ഹലോ, മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്രൈഡേ വിശേഷങ്ങളായിട്ടാട്ടോ. ഫ്രൈഡേ ആവുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നാണ് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ അങ്ങനെ പുറത്ത് പോവുകയാണ് കേട്ടോ. പുറത്ത് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചു കേട്ടോ. ചൂടും അല്ല തണുപ്പും അല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ ആണ് കേട്ടോ ലീവ്. മക്കൾക്കൊക്കെ സൺഡേ സ്കൂളുണ്ട്. ഫ്രൈഡേ സാറ്റർഡേ ആണ് ഇവിടെ ലീവ് കിട്ടില്ല അവർക്ക്. സാധാരണ ഈ സമയത്തൊന്നും നമ്മൾ കോർണിഷിൽ പോക്കില്ല കേട്ടോ. ഭയങ്കര ചൂടാവും, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പാവും. ഇതിപ്പോൾ നോർമൽ കാലാവസ്ഥയാണ്, നല്ലൊരു സുഖമുള്ള കാലാവസ്ഥ അറിയില്ലേ. ഇവിടെ ഇങ്ങനെ വളരെ കുറച്ചേ കിട്ടുള്ളൂ. 1-2 മാസങ്ങളിലേ ഇതുപോലെയുള്ള നല്ല കാലാവസ്ഥ കിട്ടുള്ളൂ. ഞങ്ങൾ തിരക്കില്ലാത്ത ഭാഗത്ത് നോക്കി പോകുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കാണ്, പാർക്കിംഗ് പോലും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് അറ്റത്തേക്ക് പോകുന്നു കേട്ടോ. കോർണിഷിൻ്റെ നല്ല കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണെങ്കിലും അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇവിടെ തണുപ്പ് തുടങ്ങുകയാണ്. ഇനി ഇവിടെ മക്കൾക്കൊക്കെ വിൻ്റർ വെക്കേഷനൊക്കെ വരികയാണ്. 20-22 ഡിസംബർ 20-22 ആയിട്ട് വെക്കേഷൻ വരിക കേട്ടോ. ഒരു 10 ദിവസം ഉണ്ടാവും വിൻ്റർ വെക്കേഷന്. സാധാരണ ആ ടൈമിക്കൊക്കെ നല്ല തണുപ്പ് തുടങ്ങും. ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ തിരമാല ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ തിര വന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കില്ല. അത് ചിലവർക്കൊക്കെ അറിയാമായിരിക്കും, ചിലവർക്ക് അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാട്ടോ. അവിടെ ഒരു പൂച്ചനെ കണ്ടിട്ട് ഓടുക കേട്ടോ എൻ്റെ മോള്. പൂച്ചനെ കണ്ടാൽ പിന്നെ അവൾ വേറൊരു സ്വഭാവം, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൂച്ചനെ പേടിയാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ. മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. വീട്ടിൽ പൂച്ചനെ മേടിക്കാൻ പറയുമ്പോൾ എൻ്റെ പേടി കാരണം ഞാൻ മേടിക്കാൻ സമ്മതിക്കില്ല. ഇവിടെയാണെങ്കിലോ എവിടെ നോക്കിയാലും പൂച്ചകളാക്കാരും. നല്ല തടിച്ച് ഉണ്ടപ്പായിട്ടുള്ള നല്ല പൂച്ചകളുണ്ടാവും കേട്ടോ. എൻ്റെ മോൾക്ക് ഏത് പൂച്ചനെ കണ്ടാലും എടുക്കണം. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ പൂച്ചനെ മേടിക്കാനും കിട്ടും, നല്ല അടിപൊളി പെറ്റ്സിൻ്റെ കടയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മേടിക്കാനയക്കില്ല. എനിക്ക് പൂച്ച, പട്ടി, പിന്നെ പ്രാവ്, തത്ത അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ പേടിയാണ്. കണ്ടു നിൽക്കാൻ ഇഷ്ടമാണ്. ഇവിടെ ഈ ടൈം ആകുമ്പോൾ, ഈ ഒരു വിൻ്റർ ടൈം ആകുമ്പോൾ നിറയെ ചെടികളുണ്ടാവും കേട്ടോ. ഇങ്ങനെ അവരിങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടാവും. അതുപോലെ ഈ റോഡ് സൈഡുകൾ, റോഡിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്ത് കൂടെ ഒക്കെ നല്ല രസത്തിലുള്ള നിറയെ ചെടികളുണ്ടാവും കേട്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള. പിന്നെ അവിടുന്ന് മോൾക്ക് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് പോകുന്നതാട്ടോ. ഇവിടുത്തെ പാർക്കൊക്കെ ഭയങ്കര നീറ്റാക്കാറ് കേട്ടോ. കുട്ടികളുടെ പാർക്കാണെങ്കിലും ഇപ്പോൾ വലിയവർ ഇരിക്കുന്നതാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ കോർണിഷിൻ്റെ ഈ സൈഡിൽ കൂടെ ആളുകൾ വന്നിരിക്കുമ്പോഴൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേ ഉണ്ടാവും കേട്ടോ ആളുകൾ. സിത്തുട്ടിക്ക് അവിടുത്തെ കളി മതിയായപ്പോൾ ഞങ്ങൾ കോർണിഷിൻ്റെ വേറൊരു ഭാഗമുണ്ട് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ബസ്, ട്രെയിന്, അതുപോലെ സൈക്കിള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാം കേട്ടോ. ബസ്സൊന്നും റെൻറ്റിനല്ല, ബസ് നമുക്ക് ടിക്കറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഈ സൈക്കിളാണ് കേട്ടോ റെൻറ്റിന് എടുത്തത്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ റെൻറ്റിന് കൊടുക്കണ തന്നെയാണ്, പക്ഷേ ഇതൊക്കെ രാത്രിക്കേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ സെപ്പറേറ്റ് പോകേണ്ടവർക്ക്, ബസ്സിലല്ലാണ്ട് പോകേണ്ടവർക്ക് എടുക്കാം. സൈക്കിൾ കൊണ്ട് നമുക്ക് പോവാട്ടോ. ഞങ്ങൾ സൈക്കിളും കൊണ്ട് അങ്ങോട്ട് അറ്റെത്തി. കോർണിഷിൻ്റെ ഒരു തലക്കുന്നൊരു തലവരെ ഞങ്ങൾ അങ്ങനെ ചവിട്ടി പോയിട്ടോ. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ചവിട്ടുമ്പോൾ. കുറേ ആളുകൾ കള്ളത്തരം കാണിക്കും. കള്ളത്തരം കാണിക്കണമെങ്കിൽ മെയിൻ ആൾ ഞാൻ തന്നെ, ചവിട്ടാണ്ടിരിക്കും. ഇവർ കുറച്ച് സമയം എന്നെ പുറത്തിറക്കി വിടും. അങ്ങനെ ഇറക്കി വിട്ടിട്ടാട്ടോ അത് അവരെന്നെ അവിടെ ഇട്ടിട്ട് പോവായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചവിട്ടി നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഒരു വണ്ടിയും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ അതിൽ മക്കളൊന്നും പോകുന്നില്ല, കാരണം ഞാൻ ചവിട്ടില്ല പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഷാലും സച്ചും കയറിയില്ല. അപ്പോൾ ഞാനും അൻവർക്ക് സിത്തും മാത്രമായിട്ട് ചവിട്ടി. അത് മറ്റു വണ്ടീൻ്റെ പോലെ അല്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി കഴിഞ്ഞ് മക്കളങ്ങനെ അവിടെ കളിക്കാൻ പോയി. ഞാനും അൻവർക്ക് ഇവിടെ ഒരു മാറ്റൊക്കെ വിരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ട് നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ച് നമ്മളിങ്ങനെ ഇടൂലേ, ഇട്ട് കളിക്കില്ലേ, എന്നൊരു കുപ്പി ഇങ്ങനെ നീർന്ന് നിൽക്കും. അതിന് എന്ത് കളിയാണ് പറയുക. ആ കളിയൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ എല്ലാവർക്കും മതിയായി, പോവാന്നുള്ള അവിടെ എത്തി. അപ്പോൾ ഞങ്ങളൊരു പോരുന്ന വഴി തന്നെ അവിടെ തന്നെ കോർണിഷിൽ തന്നെ ഒരു കഫേ ഉണ്ട് കേട്ടോ, ഒരു അടിപൊളി കഫേ ഉണ്ട്. അവിടെ കയറി ഞങ്ങളുടെ ഒരു കേക്കും കപ്പിച്ചീനൊക്കെ കുടിച്ചു. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളിവിടുത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇത്ര സന്തോഷങ്ങൾ ചോദിക്കും. ഞങ്ങൾക്കിതൊക്കെ ഭയങ്കര സന്തോഷങ്ങളാണ്. കാരണം ഈ വീക്കെൻഡിൽ എപ്പോഴെങ്കിലാണ് അന്ന് അൻവർക്കാനെ കിട്ടുക. അതിൽ ഞങ്ങളൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നോട് പലരും ചോദിക്കലുണ്ട് കേട്ടോ, എനിക്ക് ഈ നാടിനെ മിസ് ചെയ്യണ കാര്യം പറയുമ്പോൾ എന്തിനത്ര കഷ്ടപ്പെട്ട് നിൽക്കണേ, നാട്ടിൽ നിന്നൂടെ. നമ്മുടെ കെട്ടിയോനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നതും. പക്ഷെ എങ്കിലും നമ്മുടെ ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ അത് ഭയങ്കര മിസ്സിങ് അല്ലേ. നാട് പറയണത് വേറൊരു വികാരമാണല്ലേ, അത് ഇവിടെ നിൽക്കണവർക്കേ അറിയുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് കേക്കും കപ്പിച്ചീനോ അതൊക്കെ കേട്ടോ മേടിച്ചത്. ഷാലു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് വണ്ടിയിലാണ്, അപ്പോൾ അവൻ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു.
ഈ കാണുന്ന ഇവിടെ നിസ്കരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് വേണ്ടവർക്ക് സിത്ത് ഇവിടെ കൈ കഴിക്കണില്ലേ, അവിടെ വന്ന് ഒന്നൊക്കെ എടുത്തിട്ട് നിസ്കരിക്കാനും ഈ പാർക്കിൽ ബാത്റൂം അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള സൗകര്യം അതാണ്. ഇവിടെ ചെന്നാലും ടോയ്ലറ്റും എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളങ്ങനെ രാത്രിയിൽ പുറത്ത് പോകുന്നതിനെ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരോടും ബായ്.